നമസ്കാരം. കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എറണാകുളം മേയർ അനിൽകുമാർ, അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ എന്ത് പുണ്യം ചെയ്തിട്ടാണ് എറണാകുളം ജനതകൾക്ക് ഒരു മേയറായിട്ട് ലഭിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിൽ വെള്ളപ്പൊക്കം രൂപപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഇന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് നമ്മുടെ അനിൽകുമാറിൻ്റെ അടുത്ത് സമീപിച്ചു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അനിൽകുമാർ കുറച്ച് കാര്യങ്ങൾ വിവരിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നു, മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിലല്ല വാർത്തകൾ നൽകുന്നത്, കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ വാർത്തയിൽ കൊടുക്കുന്നത്, തൃക്കാക്കരയിലും കളമശ്ശേരിയിലുമൊക്കെ വെള്ളം പൊങ്ങുമ്പോൾ അത് കോർപ്പറേഷൻ പരിധിക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മുടെ അനിൽകുമാർ വെച്ച് കീച്ചുണ്ടായി. ശരി, നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കളമശ്ശേരിയിലും തൃക്കാക്കരയിലൊക്കെ ആകുമ്പോൾ അത് കോർപ്പറേഷൻ പരിധിയിൽ വരത്തില്ലല്ലോ. ശരി, സമ്മതിച്ചു. പക്ഷേ മേയറോടൊരു കാര്യം ചോദിക്കാനുണ്ട്. മേയറുടെ പ്രദേശത്ത് ഭരണപ്രദേശത്ത് വരുന്നൊരു സ്ഥലം നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ ഒന്ന് പോയിട്ട് മേയർ ഒന്ന് കാണുക, അല്ലെങ്കിൽ അവിടെ പോയൊരു ബസ് കാത്തു നിൽക്കാൻ മേയറെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അവിടെ ബസ് കാത്തു നിന്നാൽ ചിലപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ വല്ല ഡെങ്കുവോ എലിപ്പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് പോയി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത്തരത്തിലാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമല്ല. വർഷങ്ങളായിട്ട് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും അതിന് ഒരു മാറ്റവും. നമ്മൾ ചില പബ്ലിക് ബാത്റൂമുകൾ കാണുന്നില്ലേ, അത് ഇതിലും വൃത്തിയുണ്ടാവും. അതിനേക്കാളും ശോചനീയാവസ്ഥയിലാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഇതൊക്കെ നമ്മുടെ മേയറിൻ്റെ ഭരണപ്രദേശത്ത് വരുന്നൊരു കാര്യമാണ്. നമ്മൾ ബസ് കാത്തു നിൽക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം അങ്ങ് പെരിയാറിൽ നിന്ന് ഒലിച്ചു വരുന്ന സാധനമല്ല, തൊട്ടടുത്തുള്ള കാനകളിൽ നിന്ന് നിറഞ്ഞ് ഒഴുകി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന കാഴ്ച. ആ ബസ് സ്റ്റാൻഡിൽ എങ്ങനെയാണ് മനുഷ്യർ കാത്തു നിൽക്കുക? ഇനി KSRTC ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് അത് മേയറുടെ കീഴിൽ വരില്ലേ? ചിലപ്പോൾ അങ്ങനെയും പറഞ്ഞു കളയും നമ്മുടെ മേയർ. ഈ ബ്രഹ്മപുരം പ്ലാന്റ് കത്തിയപ്പോൾ മിണ്ടാതിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെയാണിത്. KSRTC ബസ് സ്റ്റാൻഡിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം. ഇപ്പം മേയറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എറണാകുളത്തൊരു MLA ഉണ്ടോ, MP ഉണ്ടോ, ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടോ? ഇവരോടും കൂടിയാണ് ഈ ചോദ്യം. ഒരാളെ പറ്റിയല്ല, ഈ 4 പേരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഇതിന് ഒരു മാറ്റം. ഒരു വ്യക്തി, വയനാട് നിന്നും വന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം: ഇത് എറണാകുളം ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം വേറെ ഒന്നല്ല, അവരുടെ നാട് വയനാട് എന്ന് പറയുന്ന സ്ഥലം എത്ര വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് പോലും ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞിട്ട് അഴുക്ക് ചാലിൽ നിന്നും വരുന്ന വെള്ളം ബസ് സ്റ്റാൻഡിലേക്ക് ഒലിച്ചു കയറിയിട്ട് ആർക്കും ബസ് കാത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പുറമേ നിന്നും വരുന്ന ജനങ്ങൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവർ കാണുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണം. ഈ ഒരു മഴക്കാലത്ത് വിദേശത്ത് നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് KSRTC ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ വന്നിട്ട് ഇതേപോലെ ഒരു മഴ സമയത്ത് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴുള്ള കാഴ്ച നിങ്ങൾ മേയറോ MP യോ MLA ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ മഴ കൂടിക്കഴിയുമ്പോൾ എല്ലാവരും കൂടി ചേർന്നൊരു യോഗം വിളിച്ചു കൂട്ടും. ആ യോഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആ വിളിച്ചു കൂട്ടുന്ന ആ സമയം മാത്രം, ചിലപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമാണ്
അതിൻ്റെ ഒരു സമയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും ആരുടെയും തലയിലുണ്ടാവില്ല. മേയറുടെയോ എം പിയുടെയോ എം എൽ എയുടെയോ ആരുടെ തലയിലും കാണത്തില്ല. പക്ഷെ അനുഭവിക്കേണ്ടത് ആരാണ്? ടാക്സ് കൊടുത്ത് നിൽക്കുന്ന ജനങ്ങളാണ് ഇതിലും അനുഭവിക്കേണ്ടത്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യാധികൾ, എലിപ്പനി, ഡെങ്കു, മലേറിയ ഇതുപോലുള്ള അസുഖങ്ങൾ നിറയെ വന്നുകൂടാം. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? നിങ്ങളൊക്കെ തന്നെയാണ്. ഈ ഭരണകൂടം തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തല്ലോ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ വേറൊരു കാര്യം കൂടി പറയണ്ടേ. ഒരു 4000 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞാൽ കൊച്ചിയെ സിംഗപ്പൂരാക്കി മാറ്റുമെന്ന്. വേറെ വല്ലോടത്തും ചെന്ന് പറ. ഒരു കാന ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് 4000 കോടി ലഭിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂരാക്കാൻ പോണത്. ഇങ്ങനെയൊക്കെ വിടുവായുത്തരം വിളിച്ച് പറയാൻ മാത്രമാണ് നമ്മുടെ മേയറെ കൊണ്ട് പറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയൊരു പ്രശ്നമല്ല KSRTC ബസ് സ്റ്റാൻഡ് ഇഷ്യൂ. വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ മഴ വരുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാനൊക്കത്തില്ല. എപ്പോൾ മഴ പെയ്താലും KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി എന്ത് തല്ലുകൊണ്ടാലും നന്നാവില്ല എന്നാണ് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. അനുഭവിക്കാൻ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ.